അൻവർ ഫാക്ടർ നിലമ്പൂരിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും വലിയ ബാർഗൈനിങ്ങിനൊന്നും അൻവർ പോകേണ്ട കാര്യമില്ലല്ലോ. അൻവർ അത്രയും വലിയ പുള്ളിയാണെന്ന് തോന്നിപ്പിക്കാൻ എങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇങ്ങനെ പൊക്കിക്കൊണ്ടു നടന്നത് മുഴുവനും കേരളത്തിലെ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണല്ലോ. ആ മാധ്യമങ്ങൾ ഇപ്പോ അൻവറിൽ അത് കാണാത്തത്, ദർശിക്കാത്തത് എന്തുകൊണ്ടാണ്? താങ്കൾ ചോദിച്ച ചോദ്യം അവിടെ പ്രസക്തമല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അൻവറിന്റെ സ്വാധീനം ആ നിയോജക മണ്ഡലത്തിൽ ഗണ്യമായി അല്ലെങ്കിൽ പരിഗണിക്കേണ്ട നിലയിൽ പോലും ഒന്നുമില്ല എന്നുള്ളത് ഏറ്റവും കൂടുതൽ നന്നായി അറിയാവുന്ന അൻവറിന് തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് പറയുന്ന അഭിപ്രായം നാളെ പറയുന്നില്ല എന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റിനെ ഈ ചർച്ചയിൽ തന്നെ നിലപാട് പറയേണ്ടി വരുന്നു. അതുകൊണ്ടല്ലേ അത് LDF-ന്റെയോ UDF-ന്റെയോ BJP-യുടെ ഒന്നും അല്ലല്ലോ. തൃണമൂൽ കോൺഗ്രസ് തന്നെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അല്ലേ ഈ ചർച്ചയിൽ നിന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരമുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മൾ മനസ്സിലാക്കേണ്ടത് അൻവറിന്റെ ഇത്തരത്തിലുള്ള ഓരോ ദിവസത്തെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ മുഴുവനും ഒരു പാർട്ടി എന്നുള്ള നിലയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകവുമായി വിദൂരമായി പോലും ആശയവിനിമയം അദ്ദേഹം നടത്താൻ താല്പര്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. അതാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ്, തൃണമൂലിന്റെ വൈസ് പ്രസിഡന്റ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു വ്യക്തി ഇപ്പോ ഇദ്ദേഹം പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണോ എന്നാണല്ലോ താങ്കൾ ചോദിച്ചത്. ആണെങ്കിൽ തൃണമൂലിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇങ്ങനെ വർത്തമാനം പറയുമോ ചർച്ചയിൽ? ഇല്ലല്ലോ. ലീസ്റ്റ് മിനിമം അവർ പോലും അൻവർ അവിടെ ഒരു ശക്തിയായിട്ട് പരിഗണിക്കപ്പെടുന്ന ആളല്ല എന്ന ബോധ്യം അവർക്കുണ്ട്. ആ ബോധ്യം കൊണ്ടാണ് ഇത്തരത്തിൽ നിലപാട് സ്വീകരിക്കാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും സ്റ്റേറ്റ് കമ്മിറ്റിക്ക് കഴിയുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇത് ഇപ്പൊ ആരാണ് BG വിഷ്ണു പറഞ്ഞല്ലോ, ഈ മറ്റേ കക്കാടംപൊയിലിന്റെ കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. കക്കാടംപൊയിലിൽ ഏറ്റവും കൂടുതൽ സമരമായിട്ട് ചെന്നത് യൂത്ത് കോൺഗ്രസ്സുകാരല്ലായിരുന്നോ? ഇപ്പോ അവരെ അത് മറന്ന സ്ഥിതിയാണല്ലോ ഉള്ളത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് അവർ തന്നെ വ്യക്തമാക്കട്ടെ. ഞാൻ അതിന്റെ ആ ഭാഗങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ പ്രശ്നം വരുന്നത് ഈ രാജേഷ് പറഞ്ഞ ഒരു കാര്യത്തിന് ഒന്നല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം എന്നോട് തന്നെ നേരിട്ട് ചോദിച്ചതാണല്ലോ, അത് പറയണമല്ലോ. അതിൽ ഒന്നാമത്തെ കാര്യം, നിലമ്പൂർ മണ്ഡലത്തിൽ യാതൊന്നും നടക്കുന്നില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ആർഗ്യുമെന്റ്. വാദത്തിന് വേണ്ടി ഞാനതങ്ങ് സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് ഞാനങ്ങ് സ്വീകരിക്കുന്നു വാദത്തിന് വേണ്ടി. പക്ഷെ ഇത് പറയേണ്ടത് ആരാണെന്നറിയാമോ? അഡ്വക്കേറ്റ് RV രാജേഷ് അല്ല. അവിടെ രാജിവെച്ച MLA ആയിട്ടുള്ള ശ്രീ PV അൻവർ വേണം ഈ വാദഗതി പറയാൻ. ഞാൻ MLA ആയിട്ട് ഇത്രയും വർഷം പ്രവർത്തിച്ച മണ്ഡലം 2016 മുതൽ ഈ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നല്ലോ. അവിടെ ഒരു വികസന പ്രവർത്തനവും നടത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല. LDF സർക്കാർ വികസന പ്രവർത്തനത്തിന് അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾക്കും പണം അനുവദിച്ചിട്ടില്ല എന്ന് പറയാനുള്ള എല്ലാ യോഗ്യതയും ഇപ്പോൾ വിളങ്ങി നിൽക്കുന്ന ആളായിട്ടാണ് അൻവറിനെ ജനങ്ങൾ കാണേണ്ടത്. അങ്ങനെ വരുമ്പോ താങ്കൾ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ന്യായീകരണം അർഹിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വലിയ ഒരു ഒരു മിശിഹ പോലെ അദ്ദേഹത്തെ കൊണ്ടു നടക്കാം. LDF MLA ആയിരുന്നിട്ട് LDF-ന്റെ മണ്ഡലത്തിൽ ഒന്നും കൊടുക്കാതെ ഒന്നും ചെയ്യാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് അൻവർ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായാൽ അപ്പൊ അത് അദ്ദേഹമാണ് പറയേണ്ടത്. അദ്ദേഹത്തെ കൊണ്ട് അത് പറയിപ്പിക്കാൻ എത്രയും പെട്ടെന്ന് ശ്രമിക്കുക എന്നുള്ളതാണ് കോൺഗ്രസും ലീഗും ഉൾപ്പെടുന്ന UDF അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം എന്നാണ് അഭിപ്രായം. പിന്നെ മറ്റൊന്ന്, സ്വരാജിനെ പറ്റി പറഞ്ഞത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. സ്വരാജ് ഇപ്പോൾ നിലമ്പൂരുണ്ട്. നിലമ്പൂർ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. നിലമ്പൂർ ഏൽപ്പിച്ച ചുമതല LDF-ന്റെ ഇലക്ഷൻ കമ്മിറ്റി ചുമതലയാണ്. ഇലക്ഷൻ കമ്മിറ്റി കൺവീനറും സ്വരാജാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മിറ്റി ബൈ ഇലക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ ആ ബൈ ഇലക്ഷന്റെ ചുമതല സംഘടനാപരമായി മണ്ഡലത്തിലുടനീളം നയിക്കേണ്ട ചുമതലപ്പെടുത്തപ്പെട്ട സ്വരാജ് അതെല്ലാം മാറ്റി സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞാൽ ശ്രീ രാജേഷ്, ഈ രാഷ്ട്രീയത്തിന്റെ ബാലപാഠം അറിയുന്ന ആരെങ്കിലും കേരളത്തിലെങ്കിലും അത് വിശ്വസിക്കുമോ? അത് മാത്രം തങ്ങൾ ആലോചിച്ചാൽ മതി.
ഇലക്ഷൻ കമ്മിറ്റി കൺവീനറെ ആയിട്ട് അങ്ങോട്ട് അയച്ചിരിക്കുന്ന മനുഷ്യൻ ചെയ്യേണ്ട പണി ഏതാ? സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അതിന് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മറ്റു പലരുടെ പേരും ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. ഇതൊക്കെ എന്ത് തരത്തിലുള്ള നമ്മളെ ഈ രാഷ്ട്രീയ വൈരാഗ്യമൊക്കെ അതൊക്കെ സ്വാഭാവികമായിട്ട് വരുന്നതാണ്. വിയോജിപ്പുകളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ പറയാമോ? ഒരു അസംബ്ലി മണ്ഡലത്തിലേക്ക് ഇലക്ഷൻ കമ്മിറ്റിയുടെ ചുമതലക്കാരനായി സ്വരാജിനെ വിട്ടിട്ടുള്ള സ്വരാജ് അവിടെ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും പറയുന്ന നിങ്ങൾ എത്രത്തോളം അപഹാസ്യനായി, ആ വാദഗതി എത്രത്തോളം അപഹാസ്യനാകുന്നുണ്ടെന്നുള്ളത് താങ്കൾ സ്വയം ഒന്ന് വിലയിരുത്താൻ തയ്യാറാവണം എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അത്രമേൽ അപഹാസ്യമാണ് നിലപാട് അങ്ങനെ പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഇവിടെ ആരാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി നിങ്ങൾ തീരുമാനിച്ചോളൂ. അതുപോലെ തന്നെ പിന്നെ LDFിന്റെ സ്ഥാനാർത്ഥിയെ LDF തീരുമാനിക്കും, BJPക്ക് NDAക്ക് സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അവരും തീരുമാനിക്കും. അതൊക്കെ അങ്ങനെയാണല്ലോ. പക്ഷെ അതിനു മുമ്പ് സ്വാഭാവികമായി ഊഹാപോഹങ്ങൾ പല നിലയിലും പരക്കും. അതൊന്നും ആർക്കും നിരോധിക്കാനൊന്നും കഴിയില്ലല്ലോ. അത് LDFിനെ സംബന്ധിച്ചും UDFിനെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും ഒക്കെ ഊഹാപോഹങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്, സാധാരണവുമാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്നതിൻ്റെ അകത്ത് അത്തരം സാധാരണത്വം അല്ല താങ്കളെ പറഞ്ഞ സ്വരാജിന്റെ പേര് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പ്രത്യേകമായി എടുത്ത് പറഞ്ഞത്. അത് മാത്രമല്ല, താങ്കൾ ഞാനതിന് മറുപടി പറയണമെന്ന് പറയുകയും ചെയ്തിരുന്നല്ലോ. അതുകൊണ്ട് കൂടെയാണ് ഞാനത് പറഞ്ഞത്.